ഈ ഫൈനാൻഷ്യൽ റൂൾസ് നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല. ബഡ്ജറ്റ് മാനേജ് ചെയ്യാൻ 50-30-20 റൂൾ, കാർ മേടിക്കാൻ 24-10 റൂൾ, ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ തമ്പ് റൂൾസിന് ഒരു വലിയ പ്രശ്നമാണ്. ഇത് നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല. ഇപ്പൊ 50-30-20 റൂൾ ആണെങ്കിൽ 50% നെസസിറ്റീസ്, 30% ഡിസ്ക്രിഷണറി എക്സ്പെൻസസ്, 20% സേവിങ്സ് എന്നാണല്ലോ. ഇത് മാസം 50,000 രൂപ ഇൻകം ഉള്ള ഒരാൾക്കും 1 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾക്കും 5 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾക്കും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. 1-2-3 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾക്ക് 20% ആയിരിക്കരുത് അവരുടെ സേവിങ്സ്. ഇറ്റ് ക്യാൻ ബി മോർ ദൻ 50-60%. റിട്ടയർമെന്റിന് വേണ്ടിയിട്ടുള്ള 4% റൂൾ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഉണ്ടാക്കിയ ഒരു റൂൾ പോലും അല്ല. അത് US-ലെ ഒരു റീസെർച്ച് പേപ്പറിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ഈ 4% റൂൾ. ഇന്ത്യയിൽ പ്രോബബ്ലി അത് 4% ആയിരിക്കില്ല. ഇറ്റ് കുഡ് ബി 5%, 6%, റൈറ്റ്? സോ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള തമ്പ് റൂൾസ് മോശമാണെന്നോ തെറ്റാണെന്നോ എന്നല്ല. ദാറ്റ് ക്യാൻ ബി എ ബേസ് ലൈൻ. അതനുസരിച്ച് നമ്മുടെ ലൈഫ് അനുസരിച്ചിട്ട് അത് ട്വീക്ക് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ നീഡാണ്, നമ്മുടെ ആവശ്യമാണ്. ഇതിൽ നിന്നൊരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് ആവശ്യമുള്ള ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.